വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് നൽകിയ ദിവ്യ ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ ഇന്നും എന്നും നമ്മെപ്പോലുള്ളവർക്ക് ഉത്തമ ഉപദേശങ്ങളാണ്. നമ്മെ മാനസികമായി ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും തളർന്നു പോകുന്ന നമ്മുടെ മനസ്സിനെ ഉണർവും ഉത്സാഹവും തന്ന് ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദിവ്യ ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ. നമുക്ക് അവയെ എങ്ങനെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്ന് നോക്കാം. ആദ്യമായി ഭഗവാൻ നമുക്ക് ശരീരബോധത്തിലാണ് നാം ഇരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് ഉള്ളിലെ ആത്മചൈതന്യമാണ് നമുക്ക് പ്രാണനും അറിവും കഴിവും തന്ന് പ്രവർത്തിപ്പിക്കുന്നത്. നിത്യനായ ആത്മചൈതന്യമാണ് നശിക്കുന്ന നമ്മുടെ ശരീരത്തിൽ പ്രകാശിച്ച് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എന്ന അറിവ് തരും. ഇതറിഞ്ഞ നാം ഉള്ളിലെ ആത്മശക്തിയായ ഈശ്വരശക്തിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങണം. ഉള്ളിൽ സദാ ഈശ്വരൻ നമ്മളെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന അറിവ് കിട്ടിയാൽ നാം അധർമ്മകർമ്മങ്ങൾ ചെയ്യാൻ മുതിരുകയില്ല. ഈശ്വരൻ്റെ നിരീക്ഷണത്തിലുള്ള നാം, ഈശ്വരൻ്റെ സംരക്ഷണത്തിലുള്ള നാം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങണം. ധാർമ്മികമായ കർമ്മങ്ങൾ വഴി മാത്രമേ ആത്മോന്നതിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അധാർമികമായ കർമ്മങ്ങൾ നമ്മെ നീചജന്മങ്ങളിൽ കൊണ്ടെത്തിക്കും. അതിനാൽ സത്കർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കുക. കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതിരിക്കുക. കർമ്മഫലം നല്ലതായാലും മോശമായാലും അതിനെ ഈശ്വരപ്രസാദമായി സ്വീകരിക്കുക. അപ്പോൾ നല്ലതായാലും ചീത്തയായാലും സമചിത്തതയോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന നമ്മുടെ ധാർമ്മികമായ കർമ്മങ്ങളെ സ്വധർമ്മമായി കരുതി ആത്മാർത്ഥമായി ആചരിക്കുക. പരന്മാരുടെ അന്യരുടെ ധർമ്മം അവർക്കെത്ര ശ്രേഷ്ഠമായ കർമ്മമാണ് എങ്കിലും അതിനെ നാം ആചരിക്കരുത്. അതുകൊണ്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു, ക്ഷത്രിയനായ നീ നിനക്ക് വന്നു ചേർന്നിരിക്കുന്ന യുദ്ധത്തെ ചെയ്യുക തന്നെ വേണം. അതിൽ നിന്നും പിന്മാറരുത്. തുടർന്ന് സദ്ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം സത്വഗുണമാണ് എന്നും രജോത്തമോ ഗുണങ്ങൾ നമ്മെ കാമക്രോധാദികൾ കൊണ്ട് തളർത്തുന്നു എന്നും പറഞ്ഞു തരും. അതിനാൽ കാമക്രോധാദികളാകുന്ന ദുശ്ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ തന്നെ അവയെ മാറ്റി അകറ്റാൻ നാം പരിശീലിക്കണം. ഈശ്വരനെ നിരന്തരമായി ധ്യാനിക്കണം. ഈശ്വര ചിന്തകൾ ഉള്ളിൽ വരും തോറും രാഗദ്വേഷാദികൾ മനസ്സിൽ നിന്ന് കുറയാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടദേവതാരൂപത്തിൽ നമ്മുടെ മനസ്സിൽ ഈശ്വരനെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കാം. ഈശ്വര ചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടായാൽ മറ്റുള്ളവരെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാരുണ്യത്തോടെയും കാണാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരെയും നമുക്ക് ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും തോന്നുകയില്ല. എല്ലാവരിലും ഒരേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന ഭാവം നമ്മുടെ ഉള്ളിൽ വരും. നമ്മുടെ ശരീരവും വീടും വൃത്തിയായി സൂക്ഷിക്കുന്ന നാം നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ വസിക്കുന്ന ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അമ്പലത്തിൽ പോയി ഈശ്വരനെ ദർശിക്കാനും പ്രദക്ഷിണം ചെയ്യാനും കാണിക്കുന്ന ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠയായി ഇരിക്കുന്ന ഈശ്വരശക്തിയെ നാം അറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഹൃദയം ദുശ്ചിന്തകളില്ലാതെ കാമക്രോധാദികളില്ലാതെ ശുദ്ധവും പവിത്രവുമായി മാറും. അങ്ങനെ മനസ്സിനെ ശുദ്ധവും പവിത്രവുമാക്കി വയ്ക്കാൻ നാം പരിശീലിക്കണം. നിർമ്മലമായ ഹൃദയത്തിൽ ആത്മചൈതന്യം പ്രകാശിച്ച് നല്ല കർമ്മങ്ങൾ സത്യസന്ധമായി ഫലം പ്രതീക്ഷിക്കാതെ ഈശ്വരാർപ്പണമായി ചെയ്യാനുള്ള വഴി നമുക്ക് മാർഗനിർദ്ദേശം തരും. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ തന്നെ ഭഗവത് പൂജയായി തീരും.
മനസ്സ് ലൗകിക വിഷയങ്ങളിലെ രാഗദ്വേഷങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ഈശ്വരനിലോട്ട് അടുക്കാൻ തുടങ്ങും ഭക്തിഭാവം വളരും. മനസ്സ് ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കും. എന്ന് വെച്ചാൽ കണ്ണിനെ നല്ലത് കാണാനും നാവിനെ നല്ലത് ചൊല്ലാനും കാതിനെ നല്ലത് കേൾക്കാനും പ്രേരിപ്പിക്കും. ജ്ഞാനേന്ദ്രിയങ്ങൾ നല്ലത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളും സത്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും. വിരോധം, വിദ്വേഷം മുതലായ ദുഷ്ചിന്തകൾ മനസ്സിൽ പ്രവേശിക്കാതെ ആത്മജ്ഞാനം അവയെ ദഹിപ്പിക്കും. എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും മനസ്സ് തളരാതെ ഇതെല്ലാം ഈശ്വര നിശ്ചയമാണ് എന്ന വിശ്വാസത്തോടെ അചഞ്ചലമായി കർമ്മങ്ങളെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനാൽ ദിവസവും രാവിലെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ അനുഗ്രഹവും മാർഗനിർദ്ദേശവും നൽകിയ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമാക്കാം ദിവസത്തെ. ഇങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ നാം പഠിക്കാം. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന വായുവിനെ പിടിച്ച് കെട്ടും പോലെയാണ് മനസ്സിനെ അടക്കുക എന്നുള്ളത്. എന്നാൽ നിരന്തരമായ ഈശ്വര ധ്യാനവും ഏകാഗ്രമായ മനഃപരിശീലനവും കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഇങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവത് പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് മനനിയന്ത്രണം നേടാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ചുറ്റിലുമുള്ള പ്രകൃതിയെ പരിപാലിക്കണം. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ജീവിക്കാനുള്ള സർവസ്വവും ലഭിക്കുന്നത്. പ്രകൃതിയും അതിലെ സമസ്ത വസ്തുക്കളും ഭഗവാന്റെ അംശമാണ്. നമുക്ക് ചുറ്റിലുമുള്ള പ്രകൃതിയിൽ പഞ്ചഭൂതാത്മകമായ വായു, വെള്ളം, അഗ്നി മുതലായവയെ ഭഗവാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ള അളവിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രകൃതിയെ അമ്മ എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ പ്രകൃതിയെ ഒരിക്കലും നശിപ്പിക്കരുത്, പരിപോഷിക്കണം. ഇതിന് ഉത്തമ ഉദാഹരണമായി ഭഗവാൻ കർമ്മയോഗിയായ സൂര്യനെ പറഞ്ഞിരിക്കുന്നു. സൂര്യൻ പ്രതിദിനം പ്രകൃതിയിലെ സമസ്ത വസ്തുക്കൾക്കും ഉണർവും പ്രകാശവും നൽകിക്കൊണ്ട് ഉത്തമ കർമ്മയോഗിയായി ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദിനവും പ്രഭാതത്തിൽ നമുക്കുണർവേകുന്ന സൂര്യനെ നമസ്കരിച്ചുകൊണ്ടും പ്രഭാതകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടും കർമ്മങ്ങൾ തുടങ്ങാം. നമ്മുടെ ദിനചര്യകൾക്കൊപ്പം ഈശ്വര ചിന്തയും സത്സംഗവും പതിവാക്കാം. ഈ ആചാരങ്ങൾ തെറ്റായ പ്രവൃത്തികളിൽ നിന്ന് നമ്മെ പിന്തിരിച്ച് ധാർമ്മികമായ പാതയിൽ നയിക്കും. ആത്മജ്ഞാനം തെളിഞ്ഞ് നമ്മുടെ ഉള്ളിലെ ആത്മബലത്തെ നമുക്ക് ഉണർത്തിത്തരും. വെളിയിൽ ഉണർവേകാൻ സൂര്യനും ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മശക്തിയും നമ്മെ നിയന്ത്രിച്ച് കർമ്മയോഗിയായി കർമ്മങ്ങളെ ചെയ്യാനുള്ള കഴിവ് തരും. ഇങ്ങനെ മനസ്സ് ഭഗവാനിൽ രമിച്ചുകൊണ്ട് തന്നെ ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് പഠിക്കാം. ശരീരബോധത്തിലിരിക്കുന്ന നമ്മെ ആത്മജ്ഞാനം തന്നെ മാനസികമായി ഉയർത്തിയ അമ്മ കുഞ്ഞിന് എന്ന പോലെ സ്നേഹത്തോടെ നന്മയുടെ പാതയിൽ നയിക്കുന്നു ഭഗവത്ഗീത. അങ്ങനെ ധാർമ്മികമായ ലൗകിക ജീവിതവും അതിലൂടെ ആത്മോന്നതിയും പ്രദാനം ചെയ്യുന്ന ജീവിത മനഃശാസ്ത്രമാണ് ഭഗവത്ഗീത എന്ന ഗീതാമൃതം. ജ്ഞാനമുദ്രയോടുകൂടിയ ജഗദ്ഗുരുവും പാർത്ഥസാരഥിയുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മെയും ധാർമ്മികമായ മാർഗത്തിൽ നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഭഗവത്ഗീതയെക്കുറിച്ചുള്ള ഗീത ഫോർ ഓൾ എന്ന യൂട്യൂബ് ഓഡിയോകൾ നിങ്ങൾക്ക് മാനസികമായ അറിവ് നൽകുന്നവയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. താൽപ്പര്യമുള്ളവർക്ക് ഓഡിയോകൾ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ ഓൾ.